കൂടോത്രമുണ്ടോ പ്രവാചക മണിയമ്മ റെഡി. ഒരു കള്ളപ്രവാചക കാരണം കാശും പോയി, മാനവും പോയി, കുടുംബവും തകർന്ന ജോസഫ് എന്നൊരു സഹോദരൻ കോട്ടയത്ത് നിന്നും ഇന്നെന്നെ വിളിച്ചിരുന്നു. ഈ തിരുടി പ്രവാചക യഥാർത്ഥത്തിൽ കൊട്ടാരക്കര പൂയപ്പള്ളി സ്വദേശിനിയാണ്. യഥാർത്ഥ പേര് മണിയമ്മ. എന്നാൽ ഇവർ ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രവാചക ഷേർലി ജേക്കബ് എന്നാണ്. IPC സഭയിൽ പിച്ചവെച്ച ഇവർ ഇപ്പോൾ മിറക്കൽ മിനിസ്ട്രി എന്ന പേരിൽ സ്വന്തം ഒരു സഭയുണ്ടാക്കി വിശാലമായ തട്ടിപ്പ് നടത്തുന്നു. ചെന്നൈയാണ് ഇപ്പോഴത്തെ തട്ടകം. ദൈവദാസി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇവർ മലയാളം ശരിക്കും അറിയത്തില്ലാത്ത പോലെയാണ് വിളിച്ചാൽ പെരുമാറുക. തട്ടിപ്പിനിരയാക്കിയ പലരോടും ഇവർ പറഞ്ഞത് ഇവർ വാളകം കൊട്ടാരത്തിലമ്മ ആണ് എന്നാണ്. എന്നാൽ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത് പൂയപ്പള്ളിയിലെ ഒരു ഈഴവ കുടുംബത്തിലാണ് ഇവർ ജനിച്ചതെന്നാണ്. ഇവരെ ആര് വിളിച്ചാലും വീട്ടിൽ കൂടോത്രം ഇരിക്കുന്നുണ്ട്, അതെടുത്തു കളഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി, വിദേശയാത്ര, ആരോഗ്യം, ആർഭാട ജീവിതം, അങ്ങനെ എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും ഉണ്ടാകുമെന്ന് ഇവർ പറഞ്ഞു വിശ്വസിപ്പിക്കും. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തെക്കൻ ജില്ലകളാണ് ഇവരുടെ മേച്ചിൽപ്പുറങ്ങൾ. ഇവരുടെ യഥാർത്ഥ പേര് മണിയമ്മയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവരെ വിളിച്ചാൽ സഹായികളുമായി വീട്ടിലെത്തി 1-2 ദിവസം അവിടെ താമസിച്ച് പ്രാർത്ഥിച്ച് വീടിൻ്റെ പരിസരം കുഴിച്ച് വീട്ടുകാരുടെ കൺമുന്നിൽ വെച്ച് തന്നെ കൂടോത്രം പുറത്തെടുക്കുമത്രേ. ഈ വിവരം അറിഞ്ഞപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും ഇവരുടെ പദ്ധതികൾ എപ്രകാരമാണെന്നറിയുന്നതിനും ഞാൻ ഇവരുടെ നമ്പറിൽ വിളിക്കുകയുണ്ടായി. എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞാണ് ഞാൻ അവരെ വിളിച്ചത്. ഞാനും ഉടായ്പ പ്രവാചകയുമായി നടത്തിയ സംഭാഷണം ശ്രദ്ധിച്ചാൽ അവരുടെ സകല തരികടകളും വെളിവാകും. ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതമോ രോഗമോ കാലതാമസമോ ഒക്കെ ഉണ്ടായാൽ അത് ആരോ കൂടോത്രം ചെയ്തതാണെന്ന്, പൈശാചിക ശക്തികളുടെ ബന്ധനമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരുടെയും കള്ളപ്രവാചകന്മാരുടെയും പാതിരിപ്പാച്ചർ, മുക്രി, മൊല്ലാക്ക, ചാത്തൻ സ്വാമിമാരുടെ അടുത്തേക്ക് ഓടുന്ന മുണ്ണകൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. വിശ്വാസമായില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വീണ്ടും പണി മേടിക്കുക. ഈ സംഭാഷണം കേൾക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും അത് തൻ്റെ പ്രയത്നത്തിൻ്റെ കുറവ് കൊണ്ടോ തൻ്റെ പോരായ്മ കൊണ്ടോ ആണെന്ന് ഒരു മുണ്ണക്കുഞ്ഞാടും വിശ്വസിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കേമന്മാരാണ്, നിങ്ങളുടെ ശത്രുക്കളാണ് ഇതിനെല്ലാം പിന്നിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനമാകും, അത് വിശ്വസിക്കും. അത് മാറ്റുവാൻ അവർ എന്തും ചെയ്യും. അതിനുവേണ്ടി എത്ര പണവും നൽകാൻ അവർ തയ്യാറാകും. ഇനി ഈ ഉടായിപ്പ് പ്രവാചകരുടെ അടുത്ത് ഞാൻ തലകൊണ്ട വെച്ചപ്പോൾ അവർ എന്നെ പഠിക്കുകയും കൈകാര്യം ചെയ്യുന്ന രീതിയും ശ്രദ്ധിക്കുക. ஹலோ, யாரு? இது தேவதாசியா? ஆமா, இங்க கேரளால இருந்து பேசுறேன். கேரளால இருந்தா? ஒரு செகண்ட். எங்க பேரு? பேரு மாத்யூ. ஒரு செகண்ட். ഹലോ ഹലോ, പ്രൈസ് ഹലോ പ്രൈസ് ലോട്ട്, പ്രൈസ് ലോട്ട്. പ്രൈസ് ഹലോ. ദേവദാസിയാണോ? എന്തോ? ദേവദാസി ഷേർലി കൊച്ചമ്മയാണോ? അതെ 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 അതെ. ദേവദാസിയാ. എന്റെ ഒരു അപ്പാപ്പനെ എനിക്ക് നമ്പർ തന്നതേ. അതെ. അന്നേരം ദേവദാസി പുള്ളിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് പുള്ളിയുടെ ബിസിനസ് ഒക്കെ നല്ല രീതിയിലൊക്കെ പുള്ളി ആകെ തകർന്നു നിൽക്കുന്ന സമയത്താണ് സഹോദരിയെ വന്ന് കാണുന്നത്. ആരെ? എന്നെ? ഞാൻ അവിടെ വന്നായിരുന്നു. അതെ അതെ അതെ. അതെ, വന്ന് പ്രാർത്ഥിക്കുകയും അത് ഇപ്പൊ നല്ല രീതിയിൽ പുള്ളി ഇപ്പൊ 2-3 ബ്രാഞ്ചൊക്കെ തുടങ്ങി. ആ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നു. മക്കളെല്ലാം നല്ല രീതിയിൽ അമേരിക്കയിലൊക്കെ പോയി വൻ സെറ്റപ്പായി. അന്നേരമാണ് എനിക്കിപ്പോ ഇതുപോലെ എനിക്ക് ചെറിയൊരു പ്രശ്നം അതപ്പോഴാണ് എന്നോട് പറഞ്ഞു ഇതുപോലെടാ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പം ഞാൻ ഇതുപോലെ ഷേർലി കൊച്ചമ്മയുടെ അടുത്താ പോയി പ്രാർത്ഥിച്ചേ. അന്നേരം അത് പോയപ്പോഴത്തേക്കും എന്തോ പ്രശ്നം, ഒരു മാരകമായ ഒരു സംഭവം ഒക്കെ എടുത്തു തന്നു. അത് പ്രാർത്ഥിച്ചതോടുകൂടി കാര്യങ്ങളെല്ലാം നല്ല രീതിയിലായി. കെട്ടുകളൊക്കെ അഴിച്ച്. മാവേലിക്കര. 2 പെണ്ണും ഒരാണോ? അത് തന്നെ മറന്നിട്ടില്ല. ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നല്ല ബിസിനസ് എല്ലാം? നന്നായിട്ട് പോകുന്നു. എനിക്ക് ഇച്ചിരി ഒരു ഇരുമ്പ് കച്ചവടമാണ് എനിക്ക്. അതെ. പഴയ ഇരുമ്പ് സാധനങ്ങളൊക്കെ എടുക്കുന്ന എന്ന് പറഞ്ഞാൽ ചുമ്മാ ആക്രിയല്ല, നമ്മുടെ എന്റെ കച്ചവടം പറയുക. പഴയ ഇരുമ്പ് സാധനങ്ങളൊക്കെ എടുത്ത് അത് കൊണ്ടുവന്ന് കൊടുക്കും, നമ്മള് മേടിക്കും. അതെ അതെ അതെ. അന്നേരം ഇപ്പൊ കുറെ കാലമായിട്ട് എനിക്ക് അതങ്ങോട്ട് കച്ചവടത്തിനകത്തും അങ്ങോട്ട് ഒരു ശരിയാകുന്നില്ല.
പിന്നെ മോനാണെ വിദേശത്ത് പോകാൻ വേണ്ടി പല പ്രാവശ്യം നോക്കുന്നു, അങ്ങോട്ട് അതൊട്ട് നടക്കുന്നില്ല. അതുപോലാണ് അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾ, അങ്ങോട്ടൊന്നും കാര്യങ്ങൾ അങ്ങോട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് മനസ്സിനാണെ ഒരു സുഖവും ഇല്ല. മോൻ ദേവദാസനാണോ? ഞാനൊരു ക്രിസ്തീയ ഇതിലുള്ള മാർത്തോമക്കാരനാ. മർത്തമ്മ പ്രത്യേകമായിട്ട് പള്ളിയൊന്നും ഇല്ല അല്ലയോ? ഇല്ലില്ല, ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. വിശ്വാസിയാ? വിശ്വാസിയാ, ദൈവവിശ്വാസിയാ. മർത്തോമ. അതെ. ആ ആ ഇപ്പൊ ദേവദാസിക്ക് ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? എന്തേലും ഒരു വെളിപ്പാട്? തടസ്സം അതാ പറഞ്ഞോണ്ടേ. അന്നേരം എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാ ഉള്ളത്. ഒന്ന് ഇതുണ്ട്, അതുകൊണ്ട് തന്നെ മനസ്സിനാണെ ആകെ ഒരു സുഖവും ഇല്ല, ഒന്നും ചെയ്യാനും തോന്നില്ല. എത്ര മക്കളാ? എനിക്ക് 5 പേര്. 5 മക്കളാ? ഓ ഓ ഓ കാരണം കച്ചവടമൊക്കെ അല്ലേ, ഓരോരുത്തന്മാരെ ഓരോ പരിപാടിയൊക്കെ ഏൽപ്പിക്കാന്ന് ഓർത്ത് അതിനകത്തൊന്നും ഒരു ഉപേക്ഷ വിചാരിച്ചില്ല. അതെ. 5 മക്കളുണ്ട്. മൂത്ത ആള് ഇപ്പൊ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് വെളിയിൽ പോകാൻ നിൽക്കുന്നു. എല്ലാവരും 2 വയസ്സ് ഗ്യാപ്പിന്. എത്ര വയസ്സുണ്ട് മൂത്തവന്? മൂത്ത ആൾക്ക് ഇപ്പം 25 കഴിഞ്ഞു. എല്ലാം നല്ല ബാല്യപ്രായോ? നല്ല നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്നേ. പെട്ടെന്നാണ് ഒരു ഇടിച്ചിരി വന്ന് കച്ചവടത്തിൽ വന്നത്. അതെന്തോ അതാരേലും പണി വെച്ചതാണോ എന്ന് എന്റെ സംശയം. പണി തന്നെ ആണോ? പറഞ്ഞോ പണിയാ. അന്നേരം എനിക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ അത് ഇത്രയും പെട്ടെന്നൊരു തകർച്ച കൊണ്ടാണെങ്കിലേ അത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇനിയും വല്ല കണ്ണ് കിട്ടിയതാണോ, പണിയാണോ, അതോ വേറെന്തേലും ആണോ എന്നൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതാ വേറെ എന്തായാലും എങ്ങനെ ആയാലും കണ്ണായാലും ശരി, ഏതായാലും ശരി, ഇത് പറ്റിച്ചതാ. തട്ടിപ്പും പറ്റിപ്പും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലയോ? അതെ. പക്ഷെ അതൊക്കെ ചെയ്യുന്നതിന് ശക്തി ഉണ്ടോ? അതൊക്കെ ഫലിക്കുവോ? അങ്ങനെയുള്ളതിനൊക്കെ ശക്തി ഉണ്ടോ? ഫലിക്കുവോ? പിന്നെ അത് ഭയങ്കര ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ ഈ ഭൂമിയിൽ ഞാൻ ജയിച്ച് നിങ്ങളും ഈ ഭൂമിയിൽ ജയമെടുക്കണമെന്ന് ദൈവം ഇതുപോലെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അത് എനിക്ക് തമിഴിലെ അത് കൂടുതൽ അറിയോ. ഞാൻ இந்த உலகத்தை ஜெயிச்சேன், நீங்களும் இந்த உலகத்தை ஜெயிக்க வேண்டும். അപ്പൊ ദൈവം ഈ ഉലകത്തിൽ, ഈ ഭൂലോകത്തെ ദൈവം ജയമെടുത്ത്, അതുപോലെ നമ്മളും ജയമെടുക്കണമെന്നാ കർത്താവ് നമുക്ക് പറഞ്ഞത്. അപ്പൊ നമുക്ക് പോരാട്ടമുണ്ട്, ഈ പിശാചിനോട് പോരാട്ടമുണ്ട്. അത് എങ്ങനെ പോരാടാൻ പറ്റും? പോരാടി ജയം എടുക്കണം. എനിക്ക് പിശാചെന്ന് കേൾക്കുന്നതേ പേടിയാ. എനിക്ക് ആകെ അതുകൊണ്ട് ഇപ്പം കച്ചവടത്തിന് പോകാൻ പോലും തോന്നുന്നില്ല. ശരി മോനെ. അന്നേരം എന്തോ ചെയ്യണോ? അന്നേരം എനിക്ക് അതിന്റെ എന്താ, ഇങ്ങോട്ട് ദേവദാസി വരുമോ അതോ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണണോ? എങ്ങനെ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് വരാന്നോർത്തായിരുന്നല്ലോ. വേണം പോവാൻ. എങ്ങനെ? നീ ഇവിടെ വന്നിട്ട് എന്തോ ചെയ്യാനാ? അവിടെ വേണം, നിങ്ങളുടെ അവിടെ വേണമെന്ന് പ്രാർത്ഥിക്കാൻ. അന്നേരം അത് എങ്ങനെയാന്ന് വെച്ചാൽ അത് ചെയ്യാം. അന്നേരം എന്തോന്ന് പറഞ്ഞാൽ നമുക്ക് താമസിപ്പിക്കണ്ട. പറ്റുമെങ്കിൽ ശനിയോ ഞായറാഴ്ചയോ അല്ലവേ? അയ്യോ, ഞായറാഴ്ച ഒന്നും വരാൻ പറ്റത്തില്ല. അമ്മച്ചിക്ക് പള്ളിയുണ്ട്, ആരാധന. എനിക്ക് 3 ചർച്ചുണ്ട്. ഏത് ചർച്ചാ? ഞാൻ IPC പിരിഞ്ഞതാ. സ്വന്തം സഭയാണോ ഇപ്പൊ? സ്വന്തം സഭ. പേരെന്തുവാ? മിറക്കിൾ മിനിസ്ട്രി. ഒത്തിരി രോഗസൗഖ്യവും അത്ഭുതവും ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടതാ വിളിച്ചത്. എന്തോ ഒത്തിരി രോഗസൗഖ്യവും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ കൂടോത്രമൊക്കെ ഇതുപോലെ നല്ല കൂടുപാത്രം എല്ലാം ഇതാകും, രോഗസൗഖ്യം കിട്ടും. ഇവിടൊക്കെ ഉണ്ട്. ഇവിടൊക്കെ എന്ന് വെച്ചാൽ എന്റെ ഒത്തിരി പൈസ പോയി. ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ പോവും. അവരെല്ലാം അത് ചെയ്യാ എപ്പിടിയാന്നെല്ലാം പറഞ്ഞ എന്റെ പൈസ പിടിക്കിതല്ലാതെ ഒന്നും നടന്നില്ല. ഒത്തിരി പൈസ പോയി. ആരൊക്കെ നമ്മുടെ ക്രിസ്ത്യനാണോ? അതെ. ക്രിസ്ത്യനിലും പോയി, അല്ലാത്തടത്തും പോയി. ചാത്തൻ സ്വാമിയുടെ അടുത്ത് പോയി. അങ്ങനെല്ലാം പോയിക്കൂടാ. ദൈവത്തിന്റെ മക്കള് പ്രാർത്ഥിക്കണം മുട്ടിൽ നിന്ന്. ഞങ്ങൾ എന്തോ ചെയ്യാൻ പോകുന്ന പ്രാർത്ഥനയാ. പ്രാർത്ഥിക്കും, ഉപാസത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, ഉണ്ണാതെയും ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തും. ആ വെളിപ്പെടുത്തുന്നത് പോലെ ദൈവം ചെയ്യും. ഞാൻ പറഞ്ഞില്ല, സഹോദരിക്ക് ഏറ്റവും അടുത്ത ദിവസം എന്ന് വരാൻ പറ്റും? മോൻ എത്ര വയസ്സുണ്ട് ഇപ്പൊ? എനിക്ക് 48. അത്രയല്ല ഉള്ളു. എന്നെ അമ്മച്ചിനെ വിളിച്ചോ. അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? അമ്മച്ചിക്ക് 66 വയസ്സുണ്ട്. അമ്മച്ചി തന്നെ. അമ്മച്ചിക്ക് 66 വയസ്സുണ്ട് മോനെ. 66 വയസ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ കാര്യം നടന്ന എനിക്ക് പൈസ ഒരു പ്രശ്നമല്ല.
അന്നേരം എത്രയും പെട്ടെന്ന് എനിക്ക് എപ്പോഴത്തേക്ക് വരാൻ പറ്റും? അതാ കാര്യം നടക്കുന്ന ദൈവം ചെയ്യുന്നത്. പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം ടിക്കറ്റ് എടുത്ത് എല്ലാം നിങ്ങൾ വേണം നോക്കാൻ. അമ്മച്ചിക്ക് അതേറ്റു. എങ്ങനെ എന്തോ ട്രെയിനിലാണോ കാറിലാണോ ഫ്ലൈറ്റിലാണോ എങ്ങനെ എന്തോ ടിക്കറ്റ് അറേഞ്ച് ചെയ്യണ്ടേ? കാറില് വരാൻ പറ്റില്ല, അത്ര ദൂരമല്ല. അമ്മച്ചിക്ക് പ്രായമുണ്ട്. അതിന്റെ ട്രെയിനില് നല്ല ഇതില് ബുക്ക് ചെയ്ത് വരും. ട്രെയിനിൽ വേണോ ഫ്ലൈറ്റിൽ വേണോ? ഫ്ലൈറ്റിലാണെങ്കിലും അത് എനിക്ക് ഈസിയാ. അങ്ങനെ വരുവാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് പറ്റും. അപ്പൊ ഫ്ലൈറ്റിൽ വരുവാണെങ്കിൽ എവിടെ ഇറങ്ങണം? അത് വന്നിട്ട് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയാൽ ഞാൻ ഇവിടുന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോവാം. തിരുവനന്തപുരത്തല്ലേ? അതാ എളുപ്പം. എറണാകുളത്ത് പോയാൽ അത് ഒത്തിരി ദൂരം. അതുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നാല് എറണാകുളം ദൂരം. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വണ്ടിയെ പിക്ക് ചെയ്ത് അങ്ങ് പോവാം. അവിടെ എത്ര ദിവസം താമസിക്കേണ്ടി വരും? എത്ര ദിവസം താമസിക്കേണ്ടി വരും? ഇന്ന് കേറിയ നാളെ അമ്മച്ചി അവിടെ വന്നിറങ്ങും. അല്ല, ഫ്ലൈറ്റ് അവിടെ വരാൻ 1 മണിക്കൂർ 2 മണിക്കൂർ. അങ്ങനല്ല മോനെ. ഇത് ഇപ്പൊ അമ്മച്ചി ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഫ്ലൈറ്റിൽ വരും. അമ്മച്ചിയുടെ കൂടെ എപ്പോഴും 2 പേരും ഒരാൾ കൂടെ വരും. അമ്മച്ചി ഒറ്റയ്ക്കെങ്ങും പോകത്തില്ല. അമ്മച്ചിയുടെ കൂടെ എപ്പോഴും ഒരാൾ 2 പേര് എപ്പോഴും കാണും. അതുകൊണ്ട് ട്രെയിനില് ഫസ്റ്റ് ക്ലാസ്സിൽ ബുക്ക് ചെയ്ത് വരും. അങ്ങനെ ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ബുക്ക് ചെയ്ത് തരാം 3 പേർ കൂടെ. ഫസ്റ്റ് ക്ലാസ്സിൽ ബുക്ക് ചെയ്ത് തന്നാ അമ്മച്ചി അവിടുന്ന് വരും. അതെവിടെ വന്നിറങ്ങും? മന്ദിരം അത് മാവേലിക്കര വന്നിറങ്ങാമല്ലോ. മാവേലിക്കര ഇറങ്ങാം. മാവേലിക്കര ഇറങ്ങുമ്പോ നിങ്ങൾ അവിടെ വന്ന് വിളിച്ചോണ്ട് പോയാൽ നമ്മൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിട്ട് കാർ കൊണ്ടുവന്ന് വിളിച്ചോണ്ട് പോയാൽ മതിയല്ലോ. വിളിച്ചോണ്ട് പോയാൽ മതി. വീട്ടിൽ താമസം ഒരുക്കണോ ഹോട്ടലിൽ ഒരുക്കണോ? ഒരു ദിവസം ഇരിക്കും. എന്തോ വീട്ടിൽ താമസം ഒരുക്കണോ ഹോട്ടലിൽ ഒരുക്കണോ? അതല്ല നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഹോട്ടലിൽ റൂം എടുത്താലും ശരി. ഹോട്ടലിൽ എങ്ങനെ സിംഗിൾ റൂം മതിയോ ഡബിൾ റൂം എങ്ങനെയാ? നമുക്ക് അമ്മച്ചിയുടെ കൂടെ വരുമല്ല, ആണായാലും പെണ്ണായാലും അവർക്ക് പ്രത്യേകം എടുത്തു കൊടുക്കണം. അന്നേരം സെപ്പറേറ്റ് 3 റൂം വേണം. അമ്മച്ചിക്ക് ഒരു റൂം, പേര് വരുവാണെങ്കിൽ അവർക്ക് ഒരു റൂം. അങ്ങനെ മൊത്തം 2 റൂം. എന്നാ അവര് പെട്ടെന്ന് വരാനാ പറയുന്നേ മോനെ. ഒക്ടോബർ 2 ലീവ്. അപ്പൊ ഞങ്ങൾ 5-ാം തീയതി 4-ാം തീയതി ലീവ് ഉണ്ട്. ഒക്ടോബർ 2 വരാൻ പറ്റുമോ? ഒക്ടോബർ 2 ഞങ്ങൾ ഇവിടുന്ന് വണ്ടി കയറാം. അന്നേരം പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് ഇത് എത്ര ദിവസം അവിടെ തങ്ങണം? എനിക്ക് 2 ദിവസം മതി മോനെ. 2 ദിവസം. ഞാൻ വരുന്നതിന്റെ അന്ന് ഇവിടുന്ന് വണ്ടി കയറും. വണ്ടി കയറി പിറ്റേ ദിവസം വന്നിറങ്ങും. അന്നും അതിന്റെ പിറ്റേന്ന് വൈകുന്നേരം ഞാൻ വണ്ടി കയറും. ഞാൻ അങ്ങനെ ഒരുപാട് ദിവസമൊന്നും നിൽക്കാം. വേറെ വല്ലവർക്കും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഫോൺ ചെയ്ത് പറയണം. വേറെ ആർക്കെങ്കിലും പ്രോബ്ലം ഉള്ളവർക്കോ ഏതായാലും വരുന്ന സ്ഥിതിക്ക് നമുക്ക് ഇതുപോലെ പ്രശ്നമുള്ളവരെ പരമാവധി ആൾക്കാരെ ഞാൻ ഒപ്പിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇച്ചിരി പ്രയാസം കുറയും. മനസ്സിലായി. അമ്മച്ചി നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം വേറെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ വരാം. അല്ലെങ്കിൽ വേറെ ആളുകൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ നീണ്ടു. എങ്ങനെ അമ്മച്ചീന്റെ എങ്ങനെ ഒരു നമ്മളെങ്ങനെ ഒരു ഇതായിട്ട് തരേണ്ടത് എങ്ങനെയാ? അമ്മച്ചിക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കണം. ടിക്കറ്റ് താമസം നല്ല ടിക്കറ്റ്. അത് നിങ്ങളുടെ വീട്ടിൽ വേണാലും താമസിക്കാം. അത് താമസവും ഭക്ഷണവും ഒക്കെ നല്ലതെല്ലാം ഞാൻ ചെയ്യാം. പൈസ ആയിട്ട് എങ്ങനെയാന്നുള്ള കാര്യം എനിക്കൊന്ന് പ്ലാൻ ചെയ്യാൻ ഒപ്പിക്കണ്ടേ? പൈസയായിട്ട് ഞാൻ മോൻ ഇച്ചിരി ഭയങ്കര കഷ്ടമായോണ്ട് ഞാൻ അങ്ങനെ ഒന്നും ആരുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷെ അമ്മച്ചിക്ക് പൈസയൊക്കെ 30 രൂപ 35 രൂപ തരും. എത്ര 2 ദിവസത്തേക്ക് കൂടെ? അത്ര തന്നെ. അമ്മച്ചി എത്ര നാളിരുന്നാലും അത്രേ വാങ്ങും. 35 രൂപ തരും അമ്മച്ചിക്ക് കാണിക്കാൻ. 35. കൂടെ വരുന്നവർക്ക് വേറെ ഒന്നും വേണ്ടല്ലോ? ഇതിൽ ടോട്ടൽ 35. അത് അമ്മച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നു. 35 രൂപ തരും. വണ്ടിക്കെല്ലാം നിങ്ങൾ വേണം. അത് വണ്ടിക്ക് കൊടുക്കും. പിന്നെ കൂടെയുള്ളവരുടെ അമ്മച്ചി കൊടുത്തോളൂ, അതോ അതും വേറെ സെപ്പറേറ്റ് വരുമോ? കൂടെ വരവങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കണോന്ന് പ്രിയം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാം. അത് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത്ര നല്ലത്. ഞാനിപ്പോ വേറെ ഒരു 2-3 പേരെയും കൂടെ അറേഞ്ച് ചെയ്താൽ എനിക്ക് ഈ പൈസ അതിൽ നിന്ന് കുറച്ചുകൂടെ ഇതാക്കി തരാൻ പറ്റുമോ? അവരോട് ഞാൻ പറയത്തില്ല. അവരോട് ഇത് മേടിച്ചോ, അവരിത് തരും. എനിക്ക് എത്ര വെച്ചോ. ഞാനിപ്പോ ഒരു 4 പേരെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. അയ്യോ 4 പേരെല്ലാം വെച്ചിട്ട് ഒക്കത്തില്ല മോനെ. ആണോ? അവര് അത് ഞാൻ നോക്കിയല്ല. 2 പേരും 3 പേരും വീട്ടിൽ പ്രാർത്ഥിക്കാം. അമ്മച്ചി പ്രായമായിപ്പോയി. അമ്മച്ചി ഇതിൽ പൈസക്ക് വേണ്ടി അമ്മച്ചി പ്രാർത്ഥിക്കുന്ന സ്ത്രീയല്ല. ഞാൻ പൈസക്ക് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന തള്ളയല്ല. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തുണ്ടെങ്കിലും ഞാൻ കട്ടറിന്റെ സംസാരിച്ചിട്ട് വന്നിട്ടേ ഇരിക്കും. അമ്മച്ചിയുടെ ഇതെല്ലാം അങ്ങനെ. അമ്മച്ചിയുടെ അടുത്ത് ഈ വഴവഴ കുഴകളൊന്നും ഇല്ല. അമ്മച്ചിക്ക് ആഹാരത്തിന് വേണ്ടി അതിനു വേണ്ടി ഒന്നുമില്ല. അമ്മച്ചി
സത്യത്തിന് മാത്രം ഞാൻ തല കുനിയും. സത്യത്തിൽ മാത്രമേ അമ്മച്ചി ഇരിക്കൂ. അമ്മച്ചിക്ക് ഈ പണത്തിന് വേണ്ടി അമ്മച്ചി ശുശ്രൂഷ ചെയ്യുന്നതല്ല അമ്മച്ചി അല്ല. അല്ല അമ്മച്ചി വരുന്നത് സന്തോഷം. അന്നേരം നമുക്ക് നന്നായിട്ട് അത് ട്രീറ്റ് ചെയ്യണം. അന്നേരം അത് മട്ടൻ ബിരിയാണി അവർക്കൊന്നും കുഴപ്പമില്ലോ, ഒന്നും കഴിക്കാൻ. അയ്യോ എന്റെ പൊന്നുമോനെ, അമ്മച്ചി അന്ന് ചോറ് ഉണ്ണോന്നും കൂടി അറിഞ്ഞോളൂ. കൂടെ വരവങ്ങൾക്ക് കൊടുക്കാം. അമ്മച്ചിക്ക് വല്ല ലൈറ്റായിട്ട് വല്ല ആഹാരം, വൈകുന്നേരം വല്ല 2 ഇഡ്ഡലി, ഇങ്ങനെ ഉള്ള ആഹാരം അമ്മച്ചി. എന്നാലും ചിക്കൻ കഴിക്കാമല്ലോ, അല്ല മീൻ കഴിക്കാമല്ലോ. നല്ല ഇവിടുന്ന് നല്ല കൊഞ്ചൊക്കെ കിട്ടുന്ന കരിമീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ആ കരിമീനൊന്നും അമ്മച്ചി തിന്നത്തില്ല. ഇല്ല, അമ്മച്ചി കടൽ മീൻ മാത്രമേ തിന്നു. കടൽ മീന്, ചാള, മത്തി, ചാള, മത്തിയൊക്കെ വലിയ മീനൊന്നും. അത് നെത്തോലി, ഇങ്ങനത്തുള്ള സാധനം, കൊച്ചു കൊച്ചു സാധനങ്ങൾ. മറ്റേ നെയ്മീൻ കൂട്ടുവോ? നെയ്മീൻ എന്ന് പറഞ്ഞ ഏത് മീനാ? അത് ഐക്കൂറാന്ന് പറയും. ഐക്കോര. അത് കൂട്ടോ, ഐക്കോര കൂട്ടോ, നെയ്മീൻ. അത് ചിക്കന് നല്ല കാടക്കോഴിയൊക്കെ കൂടെ കിട്ടും. നല്ല കാടക്കോഴി, കാടപ്പയ്യൊക്കെ കഴിക്കത്തില്ല മോനെ. അമ്മ ആഹാരം ഒന്ന് ഒരുമാതിരിപ്പെട്ട ആഹാരം എല്ലാം കഴിക്കത്തില്ല. ദൈവത്തിന്റെ ഇതുപോലെ നടക്കൂ. കൂടെ വരുന്നവർക്ക് കഴിക്കാൻ പറ്റുമല്ലോ. എന്തോ കൂടെ വരുന്നവരൊക്കെ കഴിക്കും. ഞങ്ങള് വേറെ മറ്റേ പദ്യം നോക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉപാസന ഇരിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കഴിഞ്ഞിട്ടേ നിങ്ങൾ ആഹാരം കഴിക്കാവൂ. ആണോ? ഉപവാസം ഒത്തിരി നേരം ഇരിക്കേണ്ടി വരുവോ? പിന്നെ എത്ര മണിക്കൂർ പ്രാർത്ഥനയുണ്ടോ അത്ര മണിക്കൂർ നേരവും നിങ്ങൾ ഇരിക്കണം. ആണല്ലേ? എല്ലാം ക്ലിയർ ചെയ്ത് പ്രാർത്ഥിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം കുളിച്ചിട്ട് വല്ല ഭക്ഷണം കഴിക്കും. അമ്മച്ചിക്ക് ഇത് കേട്ടിട്ട് എന്തോ തോന്നുന്നത്? എന്തെങ്കിലും സംഭവമാണോ അവിടെ ഇരിക്കുന്നത്, അതോ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പ്രശ്നം മനസ്സിൽ തോന്നിക്കുന്നുണ്ടോ? മോനെ ഇങ്ങനെയെല്ലാം ചോദിച്ചൂടാ. നീ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് വെളിപ്പെട്ട് അത് ഒരു ചില പോരാട്ടോ പറഞ്ഞ ഭയങ്കരമായിട്ട് ഏതോ ആണി വേര് പോലെ അറിഞ്ഞു വെച്ചിരിക്കുക, സ്ഥാപിച്ചു വെച്ചിരിക്കുക. അതെന്തിനാ നമ്മള് പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവാത്മാവ് ഇടപെട്ട് അത്ഭുതം ചെയ്യും. ശരിയാകുമെന്നാ അമ്മച്ചി വരുന്നിടമെല്ലാം ശരിയാകും. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാകും. ദൈവം എന്താ പറയുന്നറിയാമോ? ദൈവം എന്താ പറയുന്നറിയാമോ? ഇവിടെ പ്രാർത്ഥിക്കാൻ അമ്മച്ചിയെ കാണാനൊക്കെ ഉണ്ട്. ഒരിത്തിരി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നുണ്ട്. ഒത്തിരിയേറെ കൊണ്ട് മോൻ സംസാരിക്കുന്നുണ്ട്. മോള് പറയുന്നു അവർക്ക് പ്രാർത്ഥിക്കാൻ. നാളെ ഒന്നുകൂടെ വിളിക്കാം. നാളെ ഈ അമ്മച്ചിയുടെ മൊത്തം പേരെങ്ങനെ? അമ്മച്ചിയുടെ പേരാ? അമ്മച്ചിയുടെ പേര് ഷേർലി ജേക്കബ്. ഷേർലി ജേക്കബ്. ഇവിടെ കേരളത്തിൽ എവിടെയായിരുന്നു സ്ഥലം? കേരളത്തിൽ എന്റെ സ്ഥലം വന്ന് മാവേലിക്കര, കൊട്ടാരക്കര. ഓ, നമ്മുടെ ഇവിടെ തന്നെ? നമ്മുടെ നാടാ. കൊട്ടാരക്കര. കൊട്ടാരക്കര കഴിഞ്ഞ് പനവേലി ഇല്ലയോ? ആ പനവേലി സദാന്നൂരത്ത് പള്ളിക്കുടത്തിലൊക്കെ അമ്മച്ചി പഠിച്ചത്. മലയാളമൊക്കെ മറന്നുപോയി? ഇപ്പൊ മലയാളമൊക്കെ മറന്നുപോയി മോനെ. എന്നാലും പറയും. പിന്നെ ഈ തമിഴില് എപ്പോഴും തമിഴിലെ സംസാരിക്കുന്നത്, പ്രാർത്ഥന, പ്രസംഗം എല്ലാതാ. ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും അല്ലേ? ഒരുപാട് പേര് വന്നുകൊണ്ടേയിരിക്കാം. പിന്നെ അവസാനം ഒരു കാര്യം കൂടെ, അന്നേരം ഇത് ശരിയായില്ലെങ്കിൽ എനിക്ക് പൈസ തിരിച്ചു തരുമോ അമ്മച്ചി? അയ്യോ ശരിയാവണം. കാര്യം നടന്നില്ലല്ലേ? ശരിയാവില്ലെന്നാ. ശരിയാവില്ലെങ്കിൽ ശരിയാവത്തില്ലെന്നാ. ശരിയാവത്തില്ലേ? പൈസ തിരിച്ചു തരുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അയ്യോ അങ്ങനത്തുള്ള പ്രാർത്ഥനയെ എനിക്ക് വേണ്ട. അങ്ങനത്തുള്ള ഇടത്തിലും ഞാൻ വരത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ 50,000 രൂപയും തരാം, പക്ഷെ നടന്നില്ല പൈസ തിരിച്ചു തരണം. അമ്മച്ചിക്ക് ഇങ്ങനെ സംസാരിക്കുന്നിടത്തേ അമ്മച്ചി വരത്തില്ല മോനെ. കേട്ടല്ലോ, ഈ പണിക്ക് പ്രവാചകയെ കിട്ടില്ലെന്ന്. നാട്ടിൽ ധാരാളം മുണ്ണകളുള്ളപ്പോൾ എനിക്ക് ഈ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലെന്ന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.